നനയാം പ്രാതലൊരുക്കി. കാത്തിരിക്കും എൻ്റെ ദൈവമേ, ദിവ്യകാരുണ്യമേ, എന്നേശുവേ, ജീവനും ജീവിതവും നീയേ. പൊന്നു സ്നേഹമേ, എൻ ദൈവമേ, ആശ്രയം പ്രതീക്ഷയും നീ മാത്രം. എൻ്റെ പേര് മനോജ്. ഞാൻ ഇരിഞ്ഞാലക്കുട രൂപതയിലെ എകിരക്കുന്ന് ഇടവകയിലാണ് വീട്. ഇതെൻ്റെ ഭാര്യ ജിൻസി. ഞങ്ങൾക്ക് 4 മക്കളാണ്. മൂത്തയാൾ മാർട്ടിൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. രണ്ടാമത്തെ ആൾ മെൽവിൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. മൂന്നാമത്തെ ആൾ മിലൻ 3ാം ക്ലാസ്സിൽ പഠിക്കുന്നു. 4ാമത്തെ ആൾ മിൽന UKG. ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് ഒരുപാട് CST ആശ്രമത്തിൽ, ലിറ്റ് ഫ്ലവർ പെനിവൽ വില്ലേജ് എന്ന് പറയും. അവിടുത്തെ മെയിൻ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെൻ്റലി ചലഞ്ചറായിട്ടുള്ള കുറച്ച് ആൾക്കാർ 18 തൊട്ട് 60 വയസ്സ് വരെയുള്ള ആൾക്കാരുണ്ട്. പല പ്രായത്തിലുള്ളവർ, പല അസുഖമായിരിക്കും, ചിലപ്പോൾ മെൻ്റലായിരിക്കും, അങ്ങനെ പല ഇതിലുള്ളവർ. പിന്നെ അവിടുത്തെ സ്ഥാപനത്തിൽ അത് CST അച്ഛന്മാർ നടത്തുന്നതാണ്, ചെറുപുഷ്പസഭയിലെ അച്ഛന്മാർ നടത്തുന്നതാണ്. മൂത്തയാൾ മാർട്ടിൻ അവന് നല്ല വീട്ടിലെല്ലാ കാര്യങ്ങളും, ഇപ്പം നമുക്ക് എന്തെങ്കിലും വയ്യാഴികയൊക്കെ വന്നാലും എല്ലാം ചെയ്യാനും ഒക്കെ നല്ല ഇതാണ്. ഒക്കെ സഹായിച്ചൊക്കെ തരും. എല്ലാം ചെയ്തു തരും. പിന്നെ ഇപ്പം അവൻ മൂത്തതായതുകൊണ്ട് താഴെയുള്ള കുട്ടികൾ, അവനെ ഉണ്ടായി ഒരു 5 വയസ്സാകാറായപ്പോഴായിരുന്നു രണ്ടാമത്തെ മോൻ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അവൻ ഇളയവരെ ഇങ്ങനെ എന്നാ പറയണ്ടേ, എടുത്തോണ്ട് നടക്കുമായിരുന്നു. ആ ഒരു പ്രായത്തിൽ തന്നെ അവനെല്ലാം ചെയ്യാൻ, അവർക്കെല്ലാം ചെയ്തു കൊടുക്കാനും ഒക്കെ. അപ്പം നമുക്കൊന്ന് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് മാറേണ്ട വന്നാലും അവൻ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കി അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. മോളായപ്പോഴും മോളുടെ കാര്യങ്ങളും എല്ലാം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഇതായിട്ട് ചെയ്യും. പിന്നെ മൂത്ത മോന് നന്നായിട്ട് പാടും, കൊയറിലുണ്ട്. പിന്നെ രണ്ടാമത്തെ ആൾ മെൽവിൻ പിന്നെ പഠിക്കും നന്നായിട്ട്. അവനെല്ലാം ക്ലാസ്സിലെല്ലാം നല്ല മാർക്കൊക്കെ ഉണ്ട്. പിന്നെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പെർഫെക്റ്റായിട്ടൊക്കെ ചെയ്യും. എല്ലാം അടുക്കും ചിട്ടയും എല്ലാം ഉണ്ട്. വൃത്തിക്ക് എല്ലാ കാര്യങ്ങളും, മറ്റേ ബുക്കുകളൊക്കെ നല്ല വൃത്തിയിലെല്ലാം കൊണ്ടുപോയി നടക്കും. അങ്ങനെ എല്ലാ അങ്ങനെ ഒരു ഇതവന്. മൂന്നാമത്തെ ആൾ മിലൻ, അവന് സ്പോർട്സിനോടാണ് താല്പര്യം. അവന് അങ്ങനെ. 4ാമത്തെ മിലിന, അവള് ആയി വരുന്നതേ ഉള്ളൂ. എന്നാലും നല്ല എല്ലാവരും പാടും. 4 പാടും. പിന്നെ മോള് ഡാൻസിനോടും ഇതുണ്ട്. പിന്നെ പഠിക്കാനാണേലും തരക്കേടില്ല, എല്ലാവരും നന്നായിട്ട് പഠിക്കും. നമ്മൾ ശരിക്കും പെൺകുഞ്ഞ് വേണമെന്നുള്ളത് നമുക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പം ആദ്യത്തെ ആണായി, രണ്ടാമത്തത് അങ്ങനെ. പക്ഷെ നമ്മൾ 4 പിള്ളേർ അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്തയോ അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. 3 ആളാണായപ്പോഴും ഇപ്പം നമുക്ക് വേണ്ട ഒന്നും കൂടി അങ്ങനെ ഇതായി. അങ്ങനെ പെണ്ണ് കിട്ടണമെന്ന് ഭയങ്കര ആഗ്രഹം. അങ്ങനെ പെണ്ണിനെ കിട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നെ അത്, കാരണം നമുക്കെല്ലാവരും പറയുന്ന പോലെ പിള്ളേരുടെ എണ്ണം കൂടുതലാണ്. ചിലപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ചിലപ്പോൾ കളിയാക്കുമല്ലോ, നിനക്ക് വേറെ പണിയൊന്നും ഇല്ലാടാ, ആ രീതിയിലൊക്കെ ഉണ്ടായിരുന്നു പോലെ. നമ്മളൊന്നും ഒരിക്കലും മോശമായിട്ട് ആരുടെ അടുത്തൊന്നും ചെയ്തിട്ടില്ല. നല്ല ഒത്തിരി സന്തോഷമുണ്ട്. 4 പിള്ളേരുടെ അപ്പം എന്ന് പറയുമ്പം ഇപ്പം ഈ നമ്മുടെ പ്രോഗ്രാമിൽ പിന്നെ എന്താ പറയുക, ബിഗ് ഫാമിലിയുടെ ഇതിലൊക്കെ നമുക്ക് കിട്ടിയായിരുന്നല്ലോ. അതിൽ പിതാവിൻ്റെ അടുത്ത് നിന്ന് പിന്നെ കൊച്ചിനെ മാമോദിസ എടുക്കുന്നത് വെച്ചാൽ പിതാവ്, അതൊക്കെ വരുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു. എല്ലാവരുടെ മുമ്പിൽ നമുക്കൊരു, നമ്മുടെ പള്ളിയിൽ നിന്നാണെങ്കിൽ തന്നെ ഇത് വെച്ചാൽ 3 കുടുംബങ്ങളേ ഉള്ളൂ നമ്മുടെ ഉരിയാട്, അല്ലേ 3. അവിടുന്ന് എല്ലാവരുടെയും മുമ്പിൽ നമ്മളൊരു മറ്റേ മടത്തിൽ നിന്ന് അവരെ വിളിച്ച് എല്ലാവരുടെയും മുമ്പിൽ നിർത്തിയ ഒരു അഭിനന്ദനം എന്നൊക്കെ പറയുമ്പോൾ സന്തോഷം. ഞങ്ങൾക്ക് അങ്ങനെ കൂടുതൽ മക്കൾ വേണം അങ്ങനെ ഒരു ആഗ്രഹം സത്യം പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ വീട്ടിൽ ഞാൻ എൻ്റെ ആങ്ങളെ മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്കെപ്പോഴും ഒരാഗ്രഹം ഉണ്ടായിരുന്നു, 2 ആളിൽ കൂടുതൽ, ഒരു 3 ആൾ വേണം, അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു 2 ആൺകുട്ടിയും 1 പെൺകുട്ടി, അങ്ങനെയൊക്കെ ആയിരുന്നു മനസ്സിലാഗ്രഹം. പക്ഷേ 3ാമത്തെ കുട്ടി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ആഗ്രഹിച്ച് ആദ്യത്തെ കുട്ടി ആൺകുട്ടി ഉണ്ടായി, 2ാമത്തെ ആൺകുട്ടി ഉണ്ടായി,
മൂന്നാമത്തേത് പെണ്ണുണ്ടാവുമെന്ന് വിചാരിച്ച് ഞങ്ങളിങ്ങനെ കാത്തിരുന്നു. പക്ഷെ മൂന്നാമത്തേത് ആൺകുട്ടീനെ തന്നു. അതിന് ശേഷമാണ് വീണ്ടും ഞങ്ങൾ ഒത്തിരി പ്രാർത്ഥിച്ചു, മൂന്നാമതൊരു പെൺകുട്ടി ഉണ്ടാകണം. അങ്ങനെ പ്രാർത്ഥിച്ച് മൂന്നാമത്തെ കുട്ടി ഉണ്ടായി അന്ന് ഞങ്ങൾ മോക്ക് പേരിട്ടു. മൂന്നാമത്തെ കുട്ടിയുടെ പേര് മിലൻ. അപ്പോൾ അന്ന് മിലൻ എന്ന് പേര് പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞു എന്നാൽ മൂത്തയാൾ മാർട്ടിൻ, മെൽവിൻ, മിലൻ, അപ്പം അടുത്തത് മിൽന എന്നിങ്ങനെ പറഞ്ഞു, മിൽന മരിയ. അങ്ങനെ പേരിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചു. മാതാവിനോട് ഇങ്ങനെ ഒത്തിരി പ്രാർത്ഥിച്ച് മക്കൾ നിലത്തൊക്കെ ഇങ്ങനെ എഴുതി ഒക്കെ പേരെഴുതി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ച് മൂന്നാമത്തെ ആൾ ഞങ്ങൾക്ക് പെൺകുട്ടീനെ തന്നെ ഞങ്ങൾക്ക് കിട്ടി. അന്നേരം ഞങ്ങൾ അങ്ങനത്തെ ഇങ്ങനെ മക്കളുണ്ടാവുന്ന അങ്ങനെ ഒരു അനുഗ്രഹങ്ങൾ അങ്ങനെയൊന്നും ഞങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്നില്ലായിരുന്നു. പക്ഷേ മക്കളുണ്ടായതിന് ശേഷമാണ് ഞങ്ങൾക്ക് ഇത്രയും മക്കളുണ്ടായത്. നമുക്ക് എന്തുമാത്രം അനുഗ്രഹങ്ങളാണ് ഞങ്ങൾക്ക് ജീവിതത്തിലുണ്ടായത്. മറ്റുള്ളവർ നമ്മളെ നോക്കി അഭിമാനത്തോടെ പറയുമ്പോൾ അന്നേരമാണ് ഞങ്ങൾ ശരിക്കും മക്കൾ ഉള്ളത് കൊണ്ടുള്ള ഒരു ഇത് ഞങ്ങൾക്ക് മനസ്സിലാകുന്ന അപ്പോഴാണ്. ഡിസംബർ 26 ഞങ്ങൾക്കന്ന് ഞങ്ങളെ വിളിച്ചിട്ട് ഇങ്ങനെ കൂടുതൽ മക്കളുള്ള ഫാമിലീനെ വിളിച്ചിട്ട് അവർ തിരുക്കുടുംബത്തിൻ്റെ ഒരു രൂപമൊക്കെ ഞങ്ങൾക്ക് സമ്മാനമായിട്ട് തന്നു. അപ്പം ഞങ്ങൾ ആ ഇടവകയിൽ ഞങ്ങളിപ്പോൾ ഈ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ വേറെ ഒരു രൂപതയിൽ നിന്ന് വന്നിട്ട് ഇരിങ്ങാലക്കുട രൂപതയിൽ വന്നതാണ്. പക്ഷെ ഞങ്ങൾക്കിപ്പോൾ ഈ 4 മക്കളുള്ളത് കൊണ്ട് ഞങ്ങൾ ഈ രൂപതയിൽ ഇപ്പം ഞങ്ങളെ എല്ലാവരും അറിയുക. എൻ്റെ സ്വന്തം സ്ഥലം ഇടുക്കി ജില്ലയിൽ കട്ടപ്പനയാണ്. ഞാൻ അവിടുന്ന് ഇവിടെ വന്നിട്ട് ഇപ്പോൾ 16ാമത്തെ വർഷമാണ് ഈ നമ്മുടെ തൃശ്ശൂർ. ഇവിടെ വന്ന് 2 വർഷം കഴിഞ്ഞപ്പോഴാണ് ഈ നമ്മുടെ മുരിയാട്ട് ഇടവകയിൽ ചേരുന്നത്. മുരിയാട്ട് ഇടവകയിൽ ചേർന്നത് അന്ന് നമുക്കവിടെ ഉണ്ടായിരുന്ന അച്ഛൻ്റെ ആ ഒരു നിർബന്ധപ്രകാരം ചേർന്നതാണ്, സിജോ അച്ഛൻ എൻ്റെ. അത് കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ ഇപ്പം സ്ഥലം മേടിച്ചതും ഈ വീട് പണിതും ഇതൊന്നും നമ്മൾ ഒന്നുമില്ലായ്മയിൽ നിന്ന് വന്ന 1 രൂപ ആയിട്ട് വന്നതല്ല. ഞങ്ങൾ വാടകയ്ക്കാണ് താമസിക്കുന്നത്. 6000 രൂപ മാസം വാടക കൊടുത്താണ് വാടകയ്ക്ക് താമസിക്കുന്നത്. എനിക്ക് 4 പിള്ളേരുണ്ടായതിൽ ആദ്യത്തെ ഒരാൾ മാത്രമാണ് ഞാൻ നാട്ടിലുണ്ടായിരുന്ന സമയത്ത് ഉണ്ടായിട്ടുള്ളൂ. ബാക്കി 3 പേരും ഉണ്ടായിരിക്കുന്നത് ഇവിടെ വന്നിട്ടാണ്. അപ്പോൾ പൈസ എന്ന് പറയുന്നത് അത്ര വലിയൊരു ഇതല്ല. പിന്നെ പഠിപ്പിക്കാൻ ചില പിള്ളേർക്ക് പൈസ വേണം, പൈസ വേണ്ടെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. പക്ഷെ ഇത് ഈ പൈസ കൂടുതൽ ഉള്ളത് കൊണ്ട്, അല്ലെങ്കിൽ പൈസക്കാർ മാത്രം പിള്ളേരെ കൂടുതൽ അങ്ങനത്തെ ഒരു ഇതിനോട് നമ്മൾ ഇല്ല. ഞാൻ മക്കൾക്കൊക്കെ അസുഖം വന്നാലും ഹോമിയോ മരുന്നാണ് ഞങ്ങൾ കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അതിൽ ഒത്തിരി പൈസയുടെ കുറേ ഇത് വരുന്നുണ്ട്. ഇന്ന് വരെ ഒരസുഖമായിട്ടും ഹോസ്പിറ്റലിൽ കയറ്റേണ്ട ഞങ്ങളാരും അങ്ങനെ പോകേണ്ട വന്നിട്ടില്ല. അത് ദൈവത്തിൻ്റെ അനുഗ്രഹം. പൈസ ഇല്ലെങ്കിലും നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം ഇവർ തന്നെ ഇപ്പം എനിക്ക് ഇന്ന് വരെ പിള്ളേർ 4 പേരുണ്ടെന്ന് ഒരു കാര്യത്തിന് ഒരു ബുദ്ധിമുട്ട്, ഒരു സ്കൂളിലത്തെ കാര്യത്തിനാണെങ്കിലും ഇല്ല. അല്ലെങ്കിൽ ഇപ്പം എന്നെ സംബന്ധിച്ചാൽ ഇവള് നന്നായിട്ട് പിള്ളേരെ കെയറിങ് ഉള്ളതുകൊണ്ട് ഈ ഒരു പനി വന്നാൽ പോലും അപ്പം എല്ലാം ആൾ തന്നെയാണ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ വീട്ടിലില്ലല്ലോ, മിക്കാറില്ല, എല്ലാം ആൾ തന്നെയാണ് ചെയ്യുന്നത്. ഞാൻ അതിൻ്റെ അകത്തൊന്നും ഇടപെടാറില്ല. ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരുപാട് പൈസ കൊടുത്ത് മരുന്ന് മേടിക്കും. ഒരു ഇഞ്ചക്ഷൻ എടുക്കാൻ പോലും ഇന്ന് വരെ പിള്ളേരെ കൊണ്ടുപോകേണ്ട ഒരു അവസ്ഥ വന്നിട്ടില്ല. നമുക്ക് എത്ര മക്കളുണ്ടെങ്കിലും ദൈവം അതിനുള്ള എല്ലാം ഒരുക്കി തരും. എനിക്ക് കൂടുതലും ടെൻഷനുള്ള കൂടത്തില്ല. എപ്പോഴും ആകുലതയുണ്ട്. ഇപ്പം എന്തെങ്കിലും ഒരു ആവശ്യം നടക്കണം, ഇപ്പോൾ പെട്ടെന്നൊരു പൈസയുടെ ആവശ്യം വരുന്നു, അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിക്കും. എന്നാ ചെയ്യും എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് എപ്പോഴും പറയും, എൻ്റെ ഹസ്ബൻഡും പറയും, എൻ്റെ ആങ്ങളെയും പറയും, നീ എന്തിനങ്ങനെ ടെൻഷൻ അടിക്കുന്നേ, അത് ആ സമയമാകുമ്പോൾ നിനക്കെല്ലാം ശരിയാവും എന്ന് പറഞ്ഞു. അതങ്ങനെ സംഭവിക്കുന്നതെന്നും അറിയാം, എങ്കിൽ പോലും ഞാൻ ടെൻഷൻ അടിക്കാറുണ്ട്. പക്ഷെ ഇന്നുവരെ ഇതുവരെയുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങളെ ദൈവം അനുഗ്രഹിച്ച് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. മക്കൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഫോൺ ആവശ്യങ്ങൾക്ക് മാത്രം. ഇപ്പോൾ ഈ കോവിഡ് ശരിക്കും വന്നതിന് ശേഷമാണ് ഈ മൊബൈൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ
കുറച്ച് ഈ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾക്ക് കുറച്ച് കൂടുതലായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയെന്ന് എനിക്ക് തോന്നുന്നത്. ഫോണിൽ ഷോർട്ട് വീഡിയോ അതിപ്പോൾ ഞാനായാലും ഷോർട്ട് വീഡിയോ ഒരു ഇതായി ഇപ്പോൾ അത് ഞാനും കാണാറുണ്ട് ഇടയ്ക്ക്. അപ്പം ഞാനും ചിലപ്പോൾ ഞങ്ങൾ മക്കളും ഞാനും കൂടെ ഒന്നിച്ചിരുന്ന് കാണാറുണ്ട്. ഫോൺ ഞാൻ കൊടുക്കും, അത് എൻ്റെ ഫോണല്ല കൊടുക്കുക, ആളുടെ ഫോണാണ്. അത് കൊടുക്കുക ഇത്ര സമയം ആളുടെ മുമ്പിൽ ഇരുന്ന് മാത്രം. അങ്ങനെ ഗെയിം കളിക്കാനോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇതിലേക്കും അവർ ഫോൺ ഉപയോഗിക്കാറില്ല, അങ്ങനെ നമ്മൾ കൊടുക്കാറുമില്ല. ഷോർട്ട് വീഡിയോ അവർ കാണുന്നത്, അല്ലാണ്ട് ഗെയിമുകളൊന്നുമില്ല ഫോണിൽ. അവർ എന്നോട് പറയും ഗെയിമൊക്കെ ഡൗൺലോഡ് ചെയ്തോട്ടെ, ഞങ്ങൾ ആ ഗെയിം ഇച്ചിരി നേരം കളിച്ചോട്ടെ എന്നൊക്കെ ചോദിക്കും. ഞാൻ പറഞ്ഞു ഗെയിം എന്ന് പറയുന്നൊരു സംഭവം വേണ്ട, അത്യാവശ്യം വേണമെങ്കിൽ കുറച്ച് നേരം TV-യിൽ കാർട്ടൂണൊക്കെ കണ്ടു, അതിന് കുഴപ്പമില്ല, അപ്പം അത് കാണും. TV ആണെന്ന് പറഞ്ഞാൽ അത്യാവശ്യം കുറച്ച് സമയം കാണുക, അത്രേ ഉള്ളൂ. ക്ലാസ് കഴിഞ്ഞ് മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു മണിക്കൂർ കാണുമായിരിക്കും ഒരു ദിവസം. പുറത്തേക്കൊന്നും ഇവരങ്ങനെ പോകാറില്ല, വീട്ടിൽ തന്നെ ഇവർ 4 ആളും ഒന്നിച്ചുള്ള കളികളൊക്കെ ഉള്ളു. അപ്പോൾ നമുക്ക് അവരെന്തെങ്കിലും ഒരിത് വേണ്ടേ, അതുകൊണ്ട് നമ്മൾ കുറച്ച് നേരം നമ്മളും കൂടെ ഇരുന്നിട്ട് ചിലപ്പോൾ കാണിക്കുക, അല്ലെങ്കിൽ അല്ലാണ്ട് പിന്നെ നമ്മൾ കുറച്ച് ഇടയ്ക്കൊക്കെ അവർ നമ്മൾ കാണാതെ എടുക്കും, എന്നാലും നമ്മൾ അന്നേരം അത് കൺട്രോൾ ചെയ്ത് അങ്ങനെ പോകുന്നു. വലിയ ഉപയോഗമില്ല. കുഞ്ഞുങ്ങളുടെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ മെയിനായിട്ട് കുരിശ് വരാം. അതിപ്പോൾ എല്ലാ ദിവസവും പറ്റുന്ന എല്ലാ ദിവസങ്ങളിലും ഇല്ലാതിരിക്കുന്നത് വളരെ റയറാണ്. പിന്നെ ഇവരെ പള്ളിയിൽ അതെന്താണെന്ന് വെച്ചാൽ ആൾ എഴുന്നേൽപ്പിച്ച് 5:30 വിളിച്ച് എല്ലാ ദിവസവും പള്ളിയിൽ പോവുക. മൂത്തവൻ ഒരു വർഷം ഫുള്ള് പള്ളിയിൽ പോയതിന് അവർ നമ്മുടെ പള്ളിയിൽ നിന്ന് ട്രോഫിയൊക്കെ കൊടുത്തതെല്ലാം അവിടെ ഇരിപ്പുണ്ട്. അവർ 3 പേരും കുഞ്ഞിതിനെ ഇപ്പം ഒറ്റയ്ക്ക് അങ്ങനെ ഏറ്റവും ഇതായതുകൊണ്ട് അവളെ ഇപ്പം ഞങ്ങൾ വിടാൻ തുടങ്ങിയിട്ടില്ല. അവരിപ്പോൾ ഞങ്ങൾ ആരെങ്കിലും പോകുമ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ മാത്രം എല്ലാ ദിവസവും പരമാവധി പള്ളിയിലേക്ക് പറഞ്ഞു വിടും. അവർ തന്നെ എഴുന്നേറ്റ് പോകും കേട്ടോ. അതായത് നടക്കാനാണെങ്കിൽ അങ്ങനെ പോകും, സൈക്കിളിലാണെങ്കിൽ അങ്ങനെ. അവർക്ക് അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് വിളിച്ചാൽ മതി, വിളിച്ച് എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ അവർ തന്നെ പള്ളിയിൽ പോകും. പ്രാർത്ഥനയുടെ കാര്യത്തിലാണേലും എല്ലാ കാര്യത്തിലും അവന് കൊയറിലുണ്ട്, പിന്നെ കീബോർഡ് അത്യാവശ്യം ചെയ്യും എല്ലാം. മറ്റേ ഇളവനാണെങ്കിലും ആ ചേട്ടായിയുടെ പാട്ടിൻ്റെ കൂട്ടത്തിൽ നിന്ന് പാടണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആശ്രമത്തിൽ അവർ പള്ളി വരുമ്പോൾ ഞാനും പാടാൻ കയറിക്കോട്ടെ എന്ന് അവൻ നേരിട്ട് എന്നിട്ട് ഞാൻ പറഞ്ഞു നീ അച്ഛനോട് പോയി ചോദിക്കാൻ പറഞ്ഞു. അവൻ ഓടിച്ചെന്ന് അച്ഛനോട് ചോദിച്ചു. പിറ്റേ ദിവസം എന്നിട്ട് അവനും പാട്ട് പാടാൻ കയറാൻ തുടങ്ങി. അപ്പോൾ അത്രയ്ക്ക് അപ്പോൾ പള്ളിയോടൊക്കെ ഇച്ചിരി അറ്റാച്ച്മെൻറ്റ് കൂടുതൽ. അരുതായ്മകൾ തന്നാഴിയിൽ നിലയില്ലാതലയുമ്പോ ആർദ്രമാ അകതാരിൽ അഭയമേകുന്ന ദൈവമേ, ദിവ്യകാരുണ്യമേ, എന്നേശുവേ, ജീവനും ജീവിതവും നീയേ, പൊന്നു സ്നേഹമേ, എന്നേശുവേ, ആശ്രയം പ്രതീക്ഷയും നീ മാത്രം. തൂവെള്ളയപ്പത്തിൽ പരിശുദ്ധമാകുമീ അൾത്താരയിൽ കുർബാനയാം പ്രാതലൊരുക്കി കാത്തിരിക്കും എൻ്റെ ദൈവമേ. ആദ്യം പഠിച്ചുകൊണ്ടിരുന്നത് മറ്റേ നമ്മുടെ തുറവങ്ങാട് സ്കൂളിലാണ്. അവിടെ സിസ്റ്റർമാരൊക്കെ നല്ല ഒരു നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന. അവിടെ ഇപ്പോൾ തുടങ്ങിയെന്ന് പറഞ്ഞാൽ ഇട ദിവസങ്ങളിൽ പ്രാർത്ഥനയും അങ്ങനെ വലിയ കുഴപ്പമില്ല. പിന്നെ വീട്ടിലാണെങ്കിലും അവന് എല്ലാ പ്രാർത്ഥനകളും ബൈഹാർട്ടാണ്. 2 പേർക്ക്. ഒരാളിപ്പോൾ പഠിച്ചു വരുന്നതേ ഉള്ളൂ, ഇത്രയും പ്രായമായിട്ടുള്ളൂ. ഇപ്പോൾ ഈ പ്രായത്തിലൊക്കെ ഇത് 91 സങ്കീർത്തനം വരെ ഫുള്ളും ബൈഹാർട്ടാക്കി വെച്ചിട്ട് ചെല്ലുക എന്ന് പറയുമ്പം അത് അച്ഛനൊക്കെ വന്നു കഴിഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഭയങ്കര അത്ഭുതപ്പെട്ടു പോയി. പിന്നെ ഇത്രയും പ്രായത്തിൽ ഇതൊക്കെ ചെയ്യാന്ന് പറയുമ്പോഴേ, കാരണം ഒരിച്ചിരി പ്രാർത്ഥനയാണ് 91 സങ്കീർത്തനം ഫുള്ളെന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞത് എനിക്ക് പോലും ഒരു പക്ഷേ അത് ബൈഹാർട്ടാക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ അവരത് നന്നായിട്ട് ചെയ്യുന്നുണ്ട് പ്രാർത്ഥനയുടെ കാര്യത്തിൽ എപ്പോഴും. അതിനൊക്കെ ഞാൻ ഇവിടെയാണ് പറയത്തുള്ളൂ, കാരണം ഇവളാണ് അതെല്ലാം പഠിപ്പിച്ചതും ചെയ്തതും എല്ലാ കാര്യങ്ങളും. കാരണം ഞാൻ പറഞ്ഞില്ല, നമ്മളവിടെ ഇല്ലാത്തൊരു ഇതുപോലെ ആയിട്ട് എല്ലാം ചെയ്തിരിക്കുന്നതാണ്. അങ്ങനെ തന്നെയാണ് മൊത്തം ക്രെഡിറ്റും. അത് മക്കളെ ഞാൻ രാവിലെ എല്ലാ ദിവസവും പള്ളിയിലേക്ക് രാവിലെ ഇത്തിരി മടിയൊക്കെ ഉണ്ട്. 3ാമത്തെ ആക്കാണ് മടി. അപ്പോൾ എന്നാലും ഞാനിങ്ങനെ ഇച്ചിരി സ്ട്രെയിൻ ചെയ്യണം എണീപ്പിച്ചുകൊണ്ട്. ഞാൻ രാവിലെ എല്ലാ ദിവസവും ഞാൻ പള്ളിയിൽ പോകാറില്ല, കാരണം ഞങ്ങൾ പോയിട്ട് തിരിച്ച് നടന്നെത്തുമ്പോഴത്തേക്കും ഇവരെ വിടാനുള്ള ഭക്ഷണം എല്ലാം ഉണ്ടാക്കണ്ടേ. അതുകൊണ്ട് ഞാൻ എല്ലാ ദിവസവും പോകാറില്ല. ഇനി ഈവനിങ്ങിൽ കുർബാനയുള്ള ദിവസം ഞാൻ പോകും. അങ്ങനെ പള്ളിയായിട്ട് ഇങ്ങനെ ബന്ധപ്പെടുത്തിയാണ് അവരെ കൂടുതലും. കുഞ്ഞും മാർട്ടിൻ ഒരു 3 വയസ്സുള്ളപ്പം തൊട്ട്
ഞാനും മാർട്ടിനും ഒറ്റയ്ക്കിരുന്ന് കുരിശ് വരച്ച് അങ്ങനെ തുടങ്ങിയതാണ്. അപ്പം ഞാൻ നന്മ പറഞ്ഞറിയുമ്പോൾ ചെല്ലുമ്പോൾ അവന് പരിസ്ഥ പറയുമ്പോൾ മാത്രമേ ഫസ്റ്റ് അറിയത്തുണ്ടായിരുന്നുള്ളൂ. പിന്നെ ബാക്കി ഞാൻ ചെല്ലും. പിന്നെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുമ്പോൾ ലുത്തിനെ ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുമ്പോൾ അത് ചെല്ലും. അപ്പോൾ അവനെ അങ്ങനെ പഠിച്ച് അവൻ പെട്ടെന്ന് പ്രാർത്ഥനകൾ പെട്ടെന്ന് അവൻ പഠിക്കും. പഠിച്ചു കഴിഞ്ഞ് ഇച്ചിരി സ്പീഡൊക്കെ കൂട്ടി ചെല്ലും, എന്നാലും കുഴപ്പമില്ല. നല്ല പ്രാർത്ഥനകൾ വേഗം പഠിച്ചെടുക്കാനുള്ള ഒരു കഴിവാണ് പ്രത്യേകിച്ച്. പിന്നെ അപ്പോൾ പിന്നെ രണ്ടാമത്തെ മോനോടാണെങ്കിലും അവനാണ് ഇങ്ങനെ ഫോഴ്സ് ചെയ്യുന്നത്. നീ പിന്നെ പ്രാർത്ഥന ചെല്ലടാ, എന്നാലേ നീ പഠിക്കുകയുള്ളൂ, നീ ഈ വർഷം ആദ്യ കുർബാന സ്വീകരിക്കേണ്ടതല്ലേ, അപ്പം നീ ചെല്ല് എന്ന് പറഞ്ഞിട്ട് അവനെ കൊണ്ടും ചെയ്യിക്കുന്നത്. എന്നെ കഴിഞ്ഞും കൂടുതൽ ഇപ്പം അവനാണ് ഇവരെ കൊണ്ട് ചെല്ലിക്കുക. ഒരു സ്രോസ്നാഥാവ് ഇത്തിരി തെറ്റിയാൽ തന്നെ അവൻ പറയും നീ ഒന്നുകൂടെ ചെല്ലിക്കടാ എന്ന് പറഞ്ഞ് അവനെ കൊണ്ട് ചെല്ലിക്കും. ഞായറാഴ്ച ദിവസങ്ങളിൽ മതബോധനം ഒരിക്കലും ഞങ്ങൾ മുടക്കാറില്ല. എല്ലാ ഞായറാഴ്ചയും പരമാവധി അവരെ വിടാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ എന്തെങ്കിലും തീരെ വയ്യാതെ എങ്ങനെ വല്ല പനിയൊക്കെ ആയിട്ട് തീരെ വയ്യാണ്ട് വന്നാൽ മാത്രം വിടാതിരിക്കാറുള്ളൂ. അത് എല്ലാ മതബോധനത്തിലും പിള്ളേരെ വിടാറുണ്ട്. കൂടുതലും പള്ളിയോട് ചേർന്ന് തന്നെ നിർത്തി. ആ ഒരു കുഞ്ഞിലെ ഞങ്ങൾ അങ്ങനെ തന്നെയായിരുന്നു വളർന്നു വന്നത്. ഞങ്ങൾ രണ്ടാളും അങ്ങനെ തന്നെയാണ്. വീട്ടിൽ ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങളെ അങ്ങനെയായിരുന്നു ഞങ്ങളെ പഠിപ്പിച്ചത്. പള്ളിയോട് കൂടുതൽ ചേർന്ന് നിൽക്കുക, പള്ളിയുടെ കാര്യങ്ങൾ കൂടുതൽ ചേർന്ന് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഞങ്ങളുടെ മക്കളെ ആ ഒരു രീതിക്ക് വളർത്തിക്കൊണ്ട് വരാനാണ് ആഗ്രഹിക്കുന്നത്. എനിക്ക് 25-ാമത്തെ വയസ്സിൽ എൻ്റെ കല്യാണം കഴിഞ്ഞത്. എന്നോടെന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് അമ്മയും അച്ഛനും പറഞ്ഞു കല്യാണം നോക്കണം, ഒരു സമയം കഴിഞ്ഞാൽ പിന്നെ നടക്കുകയില്ല. അപ്പം അങ്ങനെ പറഞ്ഞു. അന്നേരം തന്നെ ഇപ്പം എനിക്ക് അറിയുന്ന ആളായിരുന്നു വൈഫ്. പരിചയപ്പെട്ട് ഞങ്ങൾ വിവാഹത്തിന് മുന്നേ ഞങ്ങൾക്ക് പരിചയം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ വിവാഹത്തിലേക്ക് പോയത്. അപ്പം വിവാഹത്തിന് ഞങ്ങൾ പ്രത്യേകിച്ചും അതുകൊണ്ട് തന്നെ പരിചയം ഉള്ളതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് അങ്ങനെ വലിയ പ്രിപ്പറേഷൻസ് കാണാൻ പോലെ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. വീട്ടുകാർ തമ്മിൽ കണ്ടു, അങ്ങനെ കല്യാണം ഫിക്സ് ചെയ്യുമായിരുന്നു. കല്യാണം ഇപ്പം അല്ല വീട് പണി അങ്ങനെ അതിനൊക്കെ ഓരോ സമയങ്ങളുണ്ട്. ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്കെല്ലാം കൃത്യം എൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങളാണ് അതൊക്കെ. അങ്ങനെയാണ് ഞങ്ങളുടെ കല്യാണം നടന്നത്. പിള്ളേരെ ഭയങ്കര കെയറിങ്ങാണ്, ഹെൽപ്പിംഗ് മൈൻഡാണ്. പിന്നെ എന്നോടാണെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു പനിയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തുനിന്ന് മാറുകയില്ല. ആരെന്ത് പറഞ്ഞാലും നോന്നൊരു വാക്ക് പറയില്ല. എത്ര വയ്യാണ്ടിരുന്നാൽ പോലും ഒരാളൊരു ഇന്നത് ചെയ്യുമോയെന്ന് ചോദിച്ചാൽ അപ്പം തന്നെ ചെയ്യും. ഇപ്പം എനിക്കെന്തെങ്കിലും വയ്യാഴിക വന്നാൽ ആളെത്ര മടുത്ത് വന്നാലും നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ എല്ലാ പണികളും എല്ലാം നമ്മൾ ഇപ്പോൾ വീട്ടിലിരിക്കുന്ന സമയത്താണെങ്കിലും എല്ലാം ഒത്തൊരുമയോടെ ചെയ്യാറ്. രാവിലെ പണിക്ക് പോകുന്ന സമയത്ത് ഇങ്ങനെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ സൗന്ദര്യപ്പണി പോയാൽ തിരിച്ചു വരുമ്പോഴത്തേക്കും കഴിഞ്ഞു. ഞാനെപ്പോഴും ഇച്ചിരി ഇമോഷൻ കൂടുതലുള്ള ആളാണ്. അപ്പോൾ എനിക്ക് ഉള്ളിൽ മിണ്ടണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും ഞാൻ ചിലപ്പം മിണ്ടാണ്ടാക്കി ഇരിക്കും, വെയിറ്റ് ഇട്ടിരിക്കും. അപ്പോൾ ആൾ തന്നെ എൻ്റെ അടുത്ത് ജസ്റ്റ് ഒന്ന് മിണ്ടിയാൽ തീരാമെന്ന് പിണക്കമുള്ളൂ. അപ്പോൾ തന്നെ എനിക്ക് പെട്ടെന്ന് സങ്കടം വരും, പെട്ടെന്ന് ചിരിയും വരുന്ന ഒരാളാണ്. അപ്പം ഞാൻ പെട്ടെന്ന് ചിരിക്കും, അതോടെ തീരും പ്രശ്നങ്ങൾ. അത്രേ ഉള്ളൂ. ചിലപ്പോൾ പിള്ളേരുടെ കാര്യത്തിലായിരിക്കാം, അല്ല ചിലപ്പോൾ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലായിരിക്കാം, അല്ല എവിടെയെങ്കിലും ഞങ്ങൾ പോയിട്ട് താമസിച്ച് വരുന്നിട്ടായിരിക്കാം. എന്തെങ്കിലുമൊക്കെ ആയിട്ട് വല്ലപ്പോഴും ഒക്കെ ചെറുതായിട്ട് ഉണ്ടാവും. കൂടുതൽ അങ്ങനെ നീണ്ടു പോകുന്ന പിണക്കങ്ങളൊന്നുമില്ല. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഒന്നല്ല 2 ദിവസം അതിൽ കൂടുതൽ പോകില്ല. പക്ഷേ അധികം സമയം അങ്ങനെ നീണ്ടു പോകാറില്ല. വൈകുന്നേരം എന്തായാലും കഴിയും. കുരിശുവരവോടുകൂടി എല്ലാ സംഭവങ്ങളും അവസാനിക്കും, പിന്നെ ഓക്കെയാണ്. അത് അങ്ങനെ പിണങ്ങിയിരുന്ന മക്കൾക്കും അവർക്കും വിഷമാവും. അവരും പിന്നെ ഒരു വലിയ ഒരു മൂഡ് ഓഫ് ആവും. ഞങ്ങൾ മൂഡ് ഓഫ് ആയി അവരും മൂഡ് ഓഫ് ആവും. അങ്ങനെ ഞാൻ ഈ സമയത്ത് പണിക്ക് പോകുന്നുണ്ട്. ഒരു പക്ഷേ കൂടുതൽ സമയം ഫോണിലായിരുന്നു സംസാരം. ഞങ്ങൾ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടുതൽ സമയം ഫോണിലാണ്. പിന്നെ സംസാരം എന്ന് വെച്ചാൽ ഇടയ്ക്ക് ഇങ്ങനെ വന്നിരിക്കുമ്പോൾ എല്ലാവരും കൂടെ കൂടിയിരിക്കും, അങ്ങനെ വർത്തമാനം പറയും. ഞങ്ങൾ തന്നെ കല്യാണം കഴിഞ്ഞ കൊച്ചുങ്ങളുണ്ടാകുന്നതിന് മുമ്പ് ഞങ്ങൾ തന്നെ പോയിട്ടുണ്ട്. പിന്നെ കുഞ്ഞുങ്ങളില്ലാതെ ഞങ്ങൾ ഒരിടത്തും പോയിട്ടില്ല, അങ്ങനെ പോവുകയില്ല. വീട് ദൂരത്തായതുകൊണ്ട് വീട്ടിലേക്കുള്ള യാത്രകളാണ് ഞങ്ങൾക്ക് കൂടുതലും വരാറ്. അല്ലാണ്ട് ഞങ്ങളങ്ങനെ ട്രിപ്പുകളൊന്നും അങ്ങനെ അധികം പോയിട്ടില്ല. പിന്നെ പോകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഇങ്ങനെ ഈ ജോലിയും ഇങ്ങനെയുള്ളൊരു ജോലിയും കാര്യങ്ങളായതുകൊണ്ട് നമുക്ക് പലപ്പോഴും അതിനൊന്നും സാധിക്കാറില്ല.
പോകണമെന്ന് ഇങ്ങനെ ആഗ്രഹങ്ങളുണ്ട്. എവിടെയും മക്കളെയൊക്കെ കൂട്ടി ചെറിയ ചെറിയ ടൂറുകൾ, വലിയ ടൂറൊന്നും പോകണമെന്ന് ആഗ്രഹമില്ല. ചെറിയ ചെറിയ ടൂറുകൾ അങ്ങനെയൊക്കെ പോകണമെന്ന് ആഗ്രഹമുണ്ട്. ചെറുതായിട്ട് കൈവച്ച് നെറ്റി കുരിശ് വരച്ച് എഴുന്നേറ്റങ്ങ് പോവാണ്. പിന്നെ പണി, പക്ഷേ ഉള്ളിലെപ്പോഴും അതായത് 5 മിനിറ്റ് 10 മിനിറ്റ് കിട്ടുമ്പോൾ അവിടെ ചാപ്പലുണ്ട്, ചർച്ചുണ്ട്, അവിടെയൊക്കെ പോയിരുന്ന് കുറച്ച് സമയം ഇരിക്കും. പിന്നെ എപ്പോഴെങ്കിലും സമയം കിട്ടും. കൂടുതൽ സമയത്തും ഡ്രൈവിങ്ങിൻ്റെ സമയത്തെല്ലാം പ്രാർത്ഥന ഉറപ്പാണ്. അത് ഇപ്പം ഒരു ദിവസത്തിൽ എന്തായെന്ന് പറഞ്ഞാൽ 10-30 കിലോമീറ്ററോളം വണ്ടി ഓടിക്കാൻ ഒറ്റയ്ക്ക് ഉണ്ടാവുള്ളൂ. വെളുപ്പാങ്കാല സമയമാണ്, നല്ല ഉറക്കമൊക്കെ വരുന്ന സമയം. അന്നേരം നമ്മൾ തന്നെ വേണ്ടി ഈ പ്രാർത്ഥന ചെല്ലുക, ഒന്നെങ്കിൽ കൊന്ത ചെല്ലുക, നല്ല കരുണ കൊന്ത ചെല്ലുക. അതാണ് ഏറ്റവും മെയിനായിട്ട്, ഏറ്റവും കൂടുതലായിട്ട്. പിന്നെ വിശ്വാസ പ്രമാണം ചെല്ലുക. ഒരു ദിവസം ഏറ്റവും കുറഞ്ഞൊരു 11 വിശ്വാസ പ്രമാണമെങ്കിലും ചെല്ലും. ഞാൻ കൂടുതലായിട്ടും ഈ ഈശോയുടെ ഇങ്ങനെ എന്നാ പറയണ്ടേ, ഒരു ഈ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ചോദിച്ച് മേടിക്കാനായിട്ട്. നമ്മളിപ്പം എൻ്റെ ഹസ്ബൻഡിനോട് ഇങ്ങനെ ഒരാവശ്യം പറഞ്ഞു മേടിക്കാമെന്ന് പറഞ്ഞാൽ എനിക്ക് ഇന്ന ആവശ്യങ്ങളുണ്ട്, ഈശോയ്ക്ക് അറിയാലോ, അങ്ങനെ പറയും. പിന്നെ കൂടുതലും ഞാൻ മാതാവിനോട് ഈ കാര്യങ്ങളൊക്കെ പറയുക, മാതാവിനോട് പറയും ഈശോയുടെ അടുത്ത് നിന്ന് മേടിച്ചു തരണം. അങ്ങനെ മാതാവിനോട് കൂടുതൽ പ്രാർത്ഥിക്കാറുണ്ട്. പിന്നെ മക്കളുടെ കാര്യത്തിലാണെങ്കിൽ മക്കളെ എപ്പോഴും മാതാവിൻ്റെ നീലാങ്കിക്കുള്ളിൽ കാത്തുകൊള്ളണം. പിന്നെ ഈശോയോട് പറയും കുരിശിൻ്റെ സംരക്ഷണം ഉണ്ടാവണം. അങ്ങനത്തെ ഓരോ പ്രാർത്ഥനകളൊക്കെ ഞാൻ കൂടുതലും ഈശോയും മാതാവുമായിട്ട്. പിന്നെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂട്ടുകുടുംബം തന്നെയാണ്. കാരണം എപ്പോഴും, അതായത് ഇപ്പം ഞാനിവിടെ വന്നിട്ടാണെന്ന് പറഞ്ഞാലും ഞാൻ വീട്ടിലില്ല എങ്കിൽ ആ വീട്ടിൽ അവർ തന്നെ ഉള്ളൂ. ഇപ്പോൾ കൂട്ടുകുടുംബം അല്ലെങ്കിൽ ഇവർക്ക് എന്തെങ്കിലും ഒരു പനി, അല്ലെങ്കിൽ ഇപ്പം പിള്ളേരൊക്കെയാണ് എന്തെങ്കിലും ഒരു അപകടം വന്നു കൊണ്ടുപോകണമെങ്കിൽ ഞാൻ തിരിച്ചു വരണം. പക്ഷേ ഒരു കൂട്ടുകുടുംബം ആകുമ്പോൾ ഏറ്റവും മെയിനായിട്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഹോസ്പിറ്റൽ കേസിട്ട് വന്നു കഴിഞ്ഞാൽ കൂട്ടുകുടുംബം ആണെങ്കിൽ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. കൂട്ടുകുടുംബം നല്ലതാണ്. നമ്മൾ എല്ലാം അഡ്ജസ്റ്റ് ചെയ്യണം, കുറേ എല്ലാവരുടെയും ഇഷ്ടങ്ങൾ നോക്കണം. നമ്മുടെ സാഹചര്യം കൊണ്ടാണ് ഞങ്ങൾ പോകുന്നത്. നമുക്ക് ജോലി ഇവിടെയായിരുന്നു, അതുകൊണ്ടാണ് നമ്മൾ വീട്ടിൽ നിന്ന് പോകുന്നത്. അങ്ങനെ എനിക്കങ്ങനെ ഒരു കുടുംബം കിട്ടിയിട്ടില്ല. കാരണം ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങനെ ഒത്തിരി അംഗങ്ങളുണ്ടെങ്കിലും എല്ലാവർക്കും എല്ലാ കാര്യത്തിനും എത്തിപ്പെടാൻ പറ്റാറില്ല പലപ്പോഴും. കൂട്ടുകുടുംബം തന്നെയാണ് നല്ലത്. തന്നെ ജീവിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. എപ്പോൾ ഞങ്ങൾ ഒറ്റയ്ക്ക് ആയ പോലെ തോന്നാറുണ്ട്. അപ്പം ഹസ്ബൻഡിൻ്റെ വീട്ടിൽ 6 കൂടപ്പിറപ്പം ഉണ്ടെങ്കിലും ചിലപ്പോൾ അവരുടെ ഓരോ സാഹചര്യങ്ങൾ കൊണ്ട് നമ്മൾ ഒന്നിച്ചു കൂടാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വരാറുണ്ട്. അപ്പം എനിക്ക് ഒരാങ്ങളേ ഉള്ളൂ. അപ്പോൾ അതും ഞങ്ങൾക്കൊരു ഏകാന്തതയാണ് അനുഭവപ്പെടുന്നത്. അപ്പോൾ എനിക്ക് ഒത്തിരി അങ്ങനെ എല്ലാവരും കൂടെ ഒന്നിച്ച് പോകുന്നതിനോട് യോജിപ്പാണ്. അപ്പം അതാണ് നല്ലത്. ഞാൻ 2 മണിയാകുമ്പോൾ എഴുന്നേക്കും. വെളുപ്പിനെ 2 മണിക്ക് എണ്ണീറ്റ് 2:30 വീട്ടിൽ നിന്ന് പോകും. നേരെ പോയി ഫാമിൽ അവിടുത്തെ പണിക്കാരുണ്ടാവും എല്ലാവരുടെയും കൂട്ടത്തിൽ. അത് നമുക്കൊരു പണിയില്ല, പിന്നെ ഒരു പണി മാത്രം എന്നുള്ളതല്ല, മൊത്തം കാര്യങ്ങൾ. പിന്നെ അതിൻ്റെ പാല് സെയില് കാര്യങ്ങൾ. രാവിലെ ഞാൻ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു വരുന്നത് ഒരു 7:30-8 മണി വൈകുന്നേരം. പിന്നെ തിരിച്ചു വന്നു ഭക്ഷണം കുളിക്കും, ഭക്ഷണം കഴിക്കും, കുരിശ് വരയ്ക്കും, കിടക്കും. അങ്ങനെ പിന്നെ പുറമേന്ന് വെച്ചാൽ പുറത്തേക്ക് നമ്മൾ വേറെ വലിയ ഒരു ആശ്രമമായിട്ട് ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് അവിടെയുള്ള ആൾക്കാരുകളൊക്കെ ആയിട്ട് അങ്ങനെ അവരുടെ കൂട്ടത്തിൽ മെൻ്റലി ചലഞ്ചറായിട്ടുള്ള ആൾക്കാരാണല്ലോ. ചിലപ്പോൾ അവന്മാർ ഇവിടെ തല്ലുകൂടാൻ പോകും, അല്ലെങ്കിൽ പിന്നെ കളിയും കാര്യങ്ങളും അങ്ങനെ അങ്ങ് ഒരു ഓർഡറിൽ അങ്ങ് പോകും. നമ്മൾ ടൈം 2 മണിക്ക് എണ്ണീറ്റ് കഴിഞ്ഞാൽ അങ്ങനെ കണ്ടിന്യൂസ് അങ്ങനെ. ഇപ്പോൾ പശുവിൻ്റെ പണിയാണേലും പിന്നെ ഒരു പണിയിലേ മാത്രം നിൽക്കത്തില്ല. തെങ്ങേറാൻ പോവും, പുല്ല് വെട്ടാൻ പോവും, മരം മുറിക്കാൻ പോവും, പ്ലംബിങ്ങിനും വയറിങ്ങിനും എല്ലാ പണിയും. ഞാൻ ഒരു 5:30-5:45 ഒക്കെ ആകുമ്പോൾ എണീക്കും. പിന്നെ മക്കളെ സ്കൂളിൽ പള്ളിയിൽ പറഞ്ഞു വിട്ട് കഴിയുമ്പോൾ പിന്നെ വീട്ടിൽ പ്രാർത്ഥിച്ചെണീറ്റ് പിന്നെ വീട്ടിലെ ജോലികളെല്ലാം ചെയ്ത് പിന്നെ മക്കളെ സ്കൂളിൽ പറഞ്ഞ് വിട്ട് പിന്നെ തിരിച്ചു വന്ന് ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്ത് ഉള്ളിൽ ഇങ്ങനെ അന്നേരം ഇരുന്ന് പ്രാർത്ഥിക്കാറൊന്നുമില്ല ആ സമയത്ത്. പിന്നെ തയ്ക്കാറുണ്ട് കുറച്ച്.
അപ്പോൾ എന്തെങ്കിലുമൊക്കെ തയ്ക്കാനുണ്ടെങ്കിൽ അങ്ങനെ തയ്ക്കും. പിന്നെ വീട്ടിലപ്പം എനിക്ക് വീട്ടിൽ തന്നെ നല്ല പണിയുണ്ട്. മക്കൾ പോയി കഴിഞ്ഞാൽ വേറെ പണികളുണ്ട്. അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഈ തയ്യൽ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ 3 മണിയാകുമ്പോൾ ഒരു കരണക്കൊന്ത, അത് മുടക്കാറില്ല. ഇനി എന്തെങ്കിലും കാരണത്താൽ മുടങ്ങിയാലേ ഉള്ളൂ. വർഷത്തിലും ധ്യാനത്തിനും പോകാറുണ്ട്. അതിപ്പം ഇന്ന സമയത്ത് അങ്ങനത്തെ ഒരു തീരുമാനമൊന്നുമില്ല. അങ്ങനെ പെട്ടെന്ന് ഇവള് മിക്കവാറും എന്നോട് പറയും ഈ ആഴ്ച പോകണം, അടുത്ത ആഴ്ച പോകണം, അങ്ങനെ പോകണം പറയും. പക്ഷെ നമ്മളിങ്ങനെ നീട്ടി പോകും. അത് എത്ര പോയിട്ടുണ്ടെങ്കിൽ 3 ദിവസം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോയത് എവിടെയാ, മറ്റേ കോഴിക്കോട് പുല്ലൂരാമ്പാറ. അങ്ങനെ പിന്നെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഞാൻ കിടക്കുന്ന സമയത്താണ് സാധാരണ രാത്രി പ്രാർത്ഥന എത്തിക്കാറുള്ളത് കൂടുതലും. കാരണം രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ വർക്കുമായിട്ട് പിന്നെ പോവാണ്. പിന്നെ എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവും എൻ്റെ കർത്താവ്, എൻ്റെ ദൈവം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു വിളിയുണ്ടാവും. അതിൻ്റെ ഈശ്വരൻ ഇതുവരെ അങ്ങനെ വേറെ നമുക്കങ്ങനെ ആ ഒരു പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഇങ്ങനെ നടക്കുന്നതുകൊണ്ടാണ്. വേറെ ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ വരുത്തിയിട്ടില്ല. മിക്കപ്പോഴും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ളിലിങ്ങനെ പ്രാർത്ഥിച്ച് തന്നെ നടക്കുക. പിന്നെ 3 മണിക്ക് കരണക്കൊന്ത എല്ലാറുണ്ട്. പിന്നെ രാത്രിയിൽ കിടക്കുന്നതിന് മുന്നേ എന്തായാലും എല്ലാവരെയും സമർപ്പിച്ചൊരു പ്രാർത്ഥനയെല്ലാം ഉണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ടേ കിടക്കുള്ളൂ. അത് ഞാൻ പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, കല്യാണം കഴിഞ്ഞിട്ട് അടിച്ചു പൊളിച്ച് നടക്കേണ്ട അത് ഓക്കെയാണ്. നമുക്കതെപ്പോഴും ഞങ്ങളാണെങ്കിൽ പോലും ചിലപ്പോൾ നമ്മളിങ്ങനെ കല്യാണം കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും ടൂർ പോവുക. പക്ഷേ മക്കളെ ദൈവം എപ്പോൾ തരുന്നു, അത് എത്രയും കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അത് സ്വീകരിക്കുന്നതല്ലായിരിക്കും. കാരണം അത് 2-3 കാര്യങ്ങളുണ്ട്. ഇപ്പം ഞങ്ങളുടെ 25-ാമത്തെ വയസ്സിൽ കല്യാണം കഴിഞ്ഞാൽ, അപ്പോൾ ഒന്ന് നമുക്കൊരു ഏകദേശം അല്ലെങ്കിൽ നമുക്കൊരു 10, 60, 50 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും നേരത്തെ കുഞ്ഞുണ്ടായാലത്തെ ഒരു മെച്ചം ആ ഒരു 50 വയസ്സ് പ്രായം നമുക്ക് എത്തുമ്പോൾ അവൻ ഏകദേശം ഒരു ജോലിയിലേക്ക് എത്താനുള്ള ഇതിലേക്ക് എത്തിയിട്ടുണ്ടാവും. നമുക്ക് അവിടെ ഒരു ഇതാണ്. പിന്നെ താമസിച്ച് പോയി കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളുണ്ടാകാൻ താമസിച്ച് പോയി കഴിഞ്ഞിട്ട് പിന്നെ ഉണ്ടാകുകയില്ല. ചിലപ്പോൾ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടാവാം. അത് പിന്നെ ഇപ്പം ഇന്നത്തെ കാലമല്ലേ, ആൾക്കാർ ഏതൊക്കെ രീതിയിലാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. വളർത്തിക്കൊണ്ട് വരാനും ബുദ്ധിമുട്ട് വരും. നമ്മുടെ ആരോഗ്യം ക്ഷയിച്ചു. മക്കള് ലേറ്റ് ആയിട്ടുണ്ടായാൽ മക്കള് വളർന്നു വരുമ്പോൾ അവരുടെ വളർന്നൊരു നിലയിൽ എത്തുന്നതിനിപ്പുറം ചിലപ്പോൾ നമ്മുടെ ആരോഗ്യം ക്ഷയിച്ച് നമ്മളൊരു ഇതായിട്ടുണ്ടാവും. അപ്പോൾ ഇപ്പോഴത്തെ തലമുറ ചിന്തിക്കേണ്ടത്, കല്യാണം എപ്പോൾ കഴിഞ്ഞോ മക്കള് കുറച്ച് ഇത്ര വർഷം കഴിഞ്ഞ് മതി, അങ്ങനെ ഒരു ചിന്താഗതി ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. കല്യാണം കഴിഞ്ഞോ ദൈവം എപ്പോൾ തരുന്നു അപ്പം മേടിക്കുക, 2 കൈ നീട്ടി മേടിക്കുക. അതാണ് നമുക്ക് സ്വീകരിക്കുക. അതേ ഉള്ളൂ.